സമാധാന ചർച്ചയ്ക്ക് ശേഷം കണ്ണൂരിൽ CPM പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് അതിക്രമം നടത്തിയതായിട്ടുള്ള പിണറായി വിജയന്റെ പ്രസ്താവനയെ തുടർന്ന് അന്വേഷണം നടത്താൻ IG-യെ ചുമതലപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ നേരിട്ട് അവിടെ എത്തി, ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചിരുത്തി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ കോർഡിയലായ ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അവിടെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് അതിപ്പോൾ ഒരു മഴ തീർന്നാലും മരം പെയ്യുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വേണമെങ്കിൽ ഉണ്ടാകാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് നോക്കുന്നതിന് വേണ്ടി അവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ കളക്ടർ ഇവർ രണ്ടുപേരെയും ചുമതലപ്പെടുത്തി IG അത് സൂപ്പർവൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പരിശോധിക്കും. ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും പോകുന്നെങ്കിൽ ശ്രീ പിണറായി വിജയനെ പോലെയുള്ള പ്രമുഖനായ ഒരു നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് സാരാംശം ഉള്ളതായിട്ടുണ്ടെങ്കിൽ അത് ഞാനും വ്യക്തിപരമായി പരിശോധിക്കും. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലാ കളക്ടറെയും SP-യെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനം തകർക്കാൻ പോലീസിനോ ഗവൺമെന്റിനോ ഒരു നടപടിയും സ്വീകരിക്കില്ല. റിമാൻഡ് പ്രതി അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തും, തിരുവഞ്ചൂർ പറഞ്ഞു. ജില്ലാ പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നന്മ സ്റ്റോറിന്റെയും അപകട ഇൻഷുറൻസ് തുകയുടെയും വിതരണോദ്ഘാടനവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടി സുരക്ഷ നൽകുന്ന പോലീസിന് സംരക്ഷണവും സുരക്ഷയും നൽകേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണെന്നും മന്ത്രി പറഞ്ഞു. AR ക്യാമ്പിൽ നിന്ന് അവർ ലോക്കൽ പോലീസിലേക്ക് പോകണം, അവിടെ നിന്ന് പിന്നെ മറ്റു തലങ്ങളിലേക്ക് പോകണം. അപ്പോ ദീർഘകാലം ഒരേ രൂപത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം വരികയാണ്. അങ്ങനെ ഓരോ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയണം. പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ വശം പോലീസ് ഏറ്റെടുക്കേണ്ടി വരുന്ന റിസ്ക്കാണ്. ആ റിസ്കിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ. പ്രസിഡന്റ് സ്റ്റീഫൻ അധ്യക്ഷനായി. സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള, KB ബാലേന്ദ്രൻ IPS, പ്രതാപചന്ദ്രൻ, മുരളീധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.